നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടവർ നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി എന്ത് കാര്യമാണ് ചെയ്തത് എന്നുള്ളതും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് നശിപ്പിക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതുമായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്ത വ്യക്തികൾക്കും നിങ്ങളുടെ ശത്രുക്കൾക്കും എതിരെ പ്രയോഗിക്കേണ്ട ഒരു മന്ത്രവും കൂടി പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം വരെ കാണുക. കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് ദ മജീഷ്യൻ, 10 ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത് കാർഡ്, ടെമ്പറൻസ്, ഏസ് ഓഫ് സോർഡ്സ്, 10 ഓഫ് വാൻഡ്സ്, 4 ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കും ഇതേ കാര്യത്തിലൂടെ നിങ്ങളുടെ ശത്രുക്കളെയും നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങളുടെ ശത്രുക്കൾ ചെയ്തത്, നിങ്ങൾക്കെതിരെ അമ്പലങ്ങളിൽ വഴിപാടുകൾ കൊടുത്തു. ആ വഴിപാടുകൾ കൊടുത്തത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ നാശം കാണുവാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സും എല്ലാ തരത്തിലുള്ള പവറും നിങ്ങൾക്കെതിരെ അവർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് നാശം സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കൾക്കും എതിരായിട്ട് നിങ്ങൾക്ക് അമ്പലങ്ങളിൽ പോകാം, ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ചാൽ നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ ഉപദ്രവം കുറഞ്ഞു വരുന്നതായിരിക്കും. ഇന്നത്തെ റീഡിങ്ങിൽ എന്ത് തന്നെ പറഞ്ഞാലും അതൊരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല. ഒരു വ്യക്തിയെ മനഃപൂർവ്വം ദ്രോഹിക്കാനും നശിപ്പിക്കുവാൻ വേണ്ടിയും ഈ മെസ്സേജുകൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ നുഴഞ്ഞു കയറി സ്ഥാനം പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയത്. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ കുടുംബക്കാരെ തന്നെ അവർ കരുവാക്കി. ഈ ഒരു മാർഗത്തിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുക്കളെ ഉപദ്രവിക്കാവുന്നതാണ്. പക്ഷേ ഇതത്ര കുടുംബത്തിൽ പിറന്നവർക്ക് ചേർന്ന ഒരു സ്വഭാവം അല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങളുടെ ശത്രുക്കൾക്കെതിരായി ഇതുപോലെ പ്രവർത്തിക്കുവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അടുത്തതായിട്ട്, നിങ്ങളുടെ ശത്രു നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത്, നിങ്ങളുടെ മറ്റൊരു ശത്രുവിനെ ഇവർ മിത്രമായി സ്വീകരിച്ച് അവർ ഒരുമിച്ച് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുവിനെ തോൽപ്പിക്കുവാനും ശത്രുവിനെതിരെ പ്രവർത്തിക്കുവാനും ഈ ഒരു തന്ത്രം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ വെറുതെ ഒരാളോടുള്ള ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചെയ്യരുത്. വെറുതെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ കർമ്മഫലം അത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായി അവർ ദ്രോഹം ചെയ്യുന്നത്, നിങ്ങളെ കൈവശത്തിലൂടെയോ അമ്പലത്തിൽ ചെയ്യുന്ന വിവിധ തരത്തിലുള്ള പൂജയിലൂടെയോ നിങ്ങളെ വശീകരിച്ചെടുക്കുക എന്നതാണ്. നിങ്ങളെ വശീകരിച്ചെടുത്ത് നിങ്ങളുടെ ചിന്തകളെ അവർ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരവസ്ഥ അവർ സൃഷ്ടിച്ചിട്ട് നിങ്ങൾക്കെതിരെ നിങ്ങളെ കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കുന്നതാണ്. അതായത് കുടുംബകലഹമുണ്ടാവുക, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾക്ക് പോലും സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുക. ഈ ഒരു പ്രവൃത്തി നിങ്ങൾക്കും തിരിച്ചു ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു ദുഷ്കർമ്മമാണ്. ഇത് നിങ്ങൾക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ കർമ്മഫലം അനുഭവിക്കുന്നതായിരിക്കും. നിങ്ങളും ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഈ ചെയ്ത കർമ്മത്തിനുള്ള ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ശത്രു അവരുടെ നാവ് ഉപയോഗിച്ച് അവരുടെ ബുദ്ധി ഉപയോഗിച്ചും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും അവർ നിങ്ങളോട് പറയുകയും നിങ്ങൾ അവരുടെ സംസാരത്തിൽ വീഴുകയും അവസാനം നിങ്ങളത് ചെയ്യുവാൻ, അവർ പറഞ്ഞ ആ ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ബാധ്യസ്ഥനാവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നാശം സംഭവിക്കുകയും നിങ്ങളുടെ ശത്രുവിന് നേട്ടമുണ്ടാവുകയും ചെയ്യും. ഇതുപോലുള്ള പ്രവർത്തികൾ നിങ്ങൾക്കെതിരെ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ശത്രു ചെയ്യിപ്പിക്കുന്നതിലൂടെ
നിങ്ങൾക്ക് തീരാ ദുഃഖവും മനപ്രയാസവും സ്വസ്ഥതയില്ലായ്മയും സമാധാനക്കേടും സന്തോഷമില്ലായ്മയും ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതം നശിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവൃത്തി നിങ്ങളുടെ ശത്രുക്കൾക്കും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രവൃത്തി നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം വിപത്താണ് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രവൃത്തികൾ നിങ്ങൾ ആ ഒരു ശത്രുവിനെതിരെ ചെയ്യുമ്പോൾ രണ്ടാമത് ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇതുമൂലം താൽക്കാലിക നേട്ടം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം ഒരിക്കൽ അനുഭവിക്കുക തന്നെ വേണം. നിങ്ങളുടെ ശത്രുവായ വ്യക്തി പെട്ടെന്നൊരു ദിവസം സൈലൻ്റ് ആവുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് നിർത്തലാക്കുകയാണെങ്കിൽ, ആ വ്യക്തിയെ വളരെയധികം ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതയും ദുഷ്ടതയുമായിട്ട് വേണം നമ്മൾ കണക്കാക്കേണ്ടത്. നിങ്ങളെ കംപ്ലീറ്റ്ലി നശിപ്പിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്ലാനിങ്ങിലായിരിക്കും ആ ഒരു ശത്രു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ദുഃഖങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്, ആ ദുഃഖങ്ങളൊന്നും നിങ്ങളുടെ ശത്രുക്കളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ റീഡിങ്ങിൽ പറഞ്ഞത് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും തിരിച്ച് ചെയ്യാവുന്നതാണ് എന്നാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ഉപദ്രവിക്കാതെ തന്നെ, അതായത് നിങ്ങളിൽ നിന്ന് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ തന്നെ യൂണിവേഴ്സ് അവരുടെ കർമ്മത്തിനുള്ള ഫലം നൽകുന്നതായിരിക്കും. സമാധാനവും സന്തോഷവും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇനി അടുത്ത ഒരു മന്ത്രമാണ് പറയാൻ പോകുന്നത്. ശത്രുവിനെ നശിപ്പിക്കുന്ന ഒരു മന്ത്രപ്രയോഗമാണിത്. അതായത് ശത്രുവിൻ്റെ വീട്ടിലോട്ട് മൂദേവിയെ അയക്കുന്ന ഒരു മന്ത്രപ്രയോഗമാണ്. മൂദേവി എന്നത് ഒരു ദുർമൂർത്തിയാണ്. പാലാഴി മദനം കടഞ്ഞപ്പോൾ ലക്ഷ്മി ദേവിക്ക് മുൻപേ വന്ന ഒരു മൂർത്തി ആയതിനാൽ മൂദേവിയെ ജ്യേഷ്ഠാലക്ഷ്മി എന്ന് വിളിക്കുന്നു. മൂദേവി രാത്രി സഞ്ചരിക്കുന്നവളാണ്. വാഹനം മൂങ്ങയുമാണ്. മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം, ആരോഗ്യം, സമ്പത്ത്, സന്തോഷം, സമാധാനം, ഭാഗ്യം എന്നിവയാണ് കൊണ്ടുവരുന്നത്. എന്നാൽ മൂദേവി നിങ്ങളുടെ വീട്ടിൽ കലഹം, ദുഃഖം, രോഗം, ദാരിദ്ര്യം, വഴക്ക്, നിർഭാഗ്യം എന്നിവയാണ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ വീടുകളിൽ നിത്യേന ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വിചാരിച്ചോളൂ, ആരോ മൂദേവിയെ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ ഭവനത്തിൽ അയച്ചിട്ടുള്ളതായിരിക്കുമെന്ന്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജ്യേഷ്ഠാലക്ഷ്മിക്ക് പെട്ടെന്ന് തന്നെ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ കഷ്ടനഷ്ടങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാവും. ശത്രുഭവനത്തിൽ പറഞ്ഞയക്കേണ്ട ജ്യേഷ്ഠാലക്ഷ്മിയുടെ മന്ത്രത്തിൻ്റെ ഋഷി ഛന്ദസ്സും ദേവതയും എന്താണെന്ന് നമുക്ക് നോക്കാം. കലി ഋഷി ഗായത്രി ഛന്ദ ജ്യേഷ്ഠാദേവത. ധ്യാന ശ്ലോകം പറയാം. ഭുജഗയ മിതകേശ പാടലി മാലയാഢ്യാം കുമുദ കുസുമ ചൂട കുണ്ടലോ ദീപ്ത കർണ നവ ജലധര വർണ്ണ ജംഗ വസ്ത്ര കരാഭ്യാം അഭയകടിനി ദാനോലാസാനി കാളരാത്രിയും. ഇതാണ് ശ്ലോകം. ഈ ധ്യാന ശ്ലോകം ഒരു തവണ ചൊല്ലിയതിനു ശേഷം മന്ത്രം ചൊല്ലാൻ ആരംഭിക്കാം. മന്ത്രം ഓം ഹ്രൂം നമ സർവരിംഗായൈ നമ. മന്ത്രം ഒന്നുകൂടി പറയാം. ഓം ഹ്രൂം നമ സർവരിംഗായൈ നമ. ഉള്ളംകൈയിലെടുത്ത ഒരു നുള്ളു ഭസ്മത്തിൽ തൊട്ടുകൊണ്ട് മന്ത്രം 108 തവണ ചൊല്ലിക്കഴിഞ്ഞ് ശത്രുവിൻ്റെ പേരും നാളും പറഞ്ഞതിന് ശേഷം ശത്രുഭവനത്തിൻ്റെ ദിക്ക് നോക്കി ഊതിപ്പറത്തുക. തറയിൽ കിടക്കുന്ന മലിന വസ്തുക്കളിൽ മന്ത്രം ചൊല്ലി ശത്രുക്കളുടെ വീട്ടിലോ പുരേടത്തിലോ സ്ഥാപിച്ചാലും ശത്രുവിന് കഷ്ടനഷ്ടങ്ങളായിരിക്കും ഫലം ഉണ്ടാകുക. ഈ മന്ത്രം ജപിക്കുന്നവർ കർമ്മത്തിന് ശേഷം കുളിച്ച് ശുദ്ധിയായിട്ട് വീട്ടിൽ പ്രവേശിക്കേണ്ടതാണ്. ഒപ്പം മഹാലക്ഷ്മി മന്ത്രം ഉരുവിടുകയും വേണം. ചൊവ്വ വെള്ളി ദിവസമാണ് ഉത്തമം.
അർദ്ധരാത്രി സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. വീടിന് പുറത്ത് ഏകാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ മന്ത്രങ്ങളെ നിങ്ങളുടെ ഒരു അറിവിനായിട്ട് മാത്രം സ്വീകരിക്കുക. ഒരിക്കലും ഈ മന്ത്രത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. ദുരുപയോഗം ചെയ്യുന്നവർക്ക് അതികഠിനമായ ശിക്ഷയായിരിക്കും ഭഗവാൻ തിരിച്ചു നൽകുന്നത്. കൂടോത്രം ചെയ്യുവാനും നിങ്ങളുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കുവാനും നിങ്ങളുടെ ശത്രുക്കൾ ഈ ഒരു മന്ത്രപ്രയോഗം തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ആരാണോ നിങ്ങൾക്കെതിരെ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെതിരെയാണോ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്, അതിൻ്റെ കർമ്മഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് വീണ്ടും വീണ്ടും യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇതിനൊരു ദോഷഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി വേണം ഇതുപോലുള്ള മന്ത്രജപങ്ങളും കർമ്മങ്ങളും ചെയ്യുവാൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.